സോഫിയെ, നമുക്ക് പഠിക്കണ്ടേ? നേരത്തെ കയറിയാലല്ലേ ടീച്ചർമാർ പറയണത് മനസ്സിലാവുള്ളൂ. മോള് വന്നിരിക്കണം. കോവിഡ് ഒക്കെ കാരണം വീട്ടിലിരിക്കുകയല്ലേ, അത് കാരണം ഇവരുടെ ക്ലാസ് കേൾക്കാന്ന് വിചാരിച്ചു. പിന്നെ നീയില്ലാത്തപ്പോ ഇവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതെനിക്ക് തീർത്തു കൊടുക്കാലോ. പണ്ട് എന്തോരം ദൂരം പോയിട്ടാ സ്കൂളിലെത്തിയിരുന്നേ. മഴ വന്നാ പോവാനും കൂടി പറ്റൂല. ഇപ്പൊ ഇത്രയും വലിയ മഹാമാരി വന്നിട്ടും ഇവർ പഠിക്കുന്നുണ്ടല്ലോ. ശാസ്ത്രത്തിന്റെ ഓരോ പുരോഗതിയെ. മഴ വന്ന നെറ്റുമ്പോ റേഞ്ചും കിട്ടില്ല. അപ്പൊ ടീച്ചർമാർ പറയുന്നത് എങ്ങനെ കേൾക്കുന്നറിയാം. അങ്ങനെയൊക്കെ കേൾക്കുന്നേ. നീ ക്ലാസ് കേക്ക്. നമസ്തേ മിസ്. നമസ്തേ അഭിരാമി. എല്ലാരും കേറിയോ? യെസ് മിസ്. എല്ലാരും ഇന്നത്തെ നോട്ടൊക്കെ എഴുതിയോ? യെസ് മിസ്. ആർക്കെങ്കിലും മനസ്സിലാവാതിണ്ടോ? നോ മിസ്. മനസ്സിലായില്ലെങ്കിൽ റെക്കോർഡിംഗ് സെക്ഷൻ എടുത്ത് നോക്കണം. ഇന്നത്തെ മനസ്സിലായില്ലെങ്കിൽ ടീച്ചറെ വിളിച്ചാൽ മതി ട്ടോ. യെസ് മിസ്. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്നും ശ്രദ്ധിക്കണ്ട. ഞാൻ മോളെ ശ്രദ്ധിച്ചോളാം. അവള് ഗെയിം കളിക്കാൻ നോക്കണം അമ്മേ. ഞാൻ നോക്കിക്കോളാം, നീ ചെന്നോ. ശരി അമ്മേ. താങ്ക് യു മിസ്. താങ്ക് യു. ലെഫ്റ്റ് ആയിക്കോളൂട്ടാ. യെസ് മിസ്. ക്ലാസ് കഴിഞ്ഞു. ഇനി ഞാൻ കളിക്കാൻ പൊക്കോട്ടെ. മോള് കളിക്കാൻ പൊക്കോ. അവളുടെ ക്ലാസ് കഴിഞ്ഞു അമ്മേ. അവളുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു. എനിക്ക് പേടിയാ ജയിക്കൂല്ലയോന്ന്. നീ എന്തിനാ പേടിക്കുന്നേ? ഞാൻ ക്ലാസ് കേട്ടു. ടീച്ചർമാർ നല്ല വിശദീകരിച്ച് വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഓരോന്നിനും ഓരോ ആപ്പുകളില്ലേ, എന്താ വാട്സാപ്പോ ഗൂഗിൾ മീറ്റോ അതൊക്കെ ഇല്ലേ. പിന്നെ നീ എന്തിനായി പേടിക്കുന്നേ? ഇത് നമുക്കൊക്കെ ഗുണവാ. അവര് നന്നായി ക്ലാസ് കേൾക്കുന്നുണ്ടോ, ടീച്ചർമാരെ മര്യാദക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ, അതൊക്കെ നമുക്ക് നേരിട്ട് കാണാലോ. പിന്നെ ഒരേ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അവര് മര്യാദക്ക് ക്ലാസ് കേൾക്കാതെ അവിടെ എവിടെയെങ്കിലും തിരിഞ്ഞ് നടക്കുന്നുണ്ടെന്നോ മാത്രം. പിന്നെ അവരൊന്ന് പഠിപ്പിച്ചെടുക്കണം. അതിനൊക്കെ നീ എന്തിനാ ടെൻഷൻ അടിക്കണേ? നീ ടെൻഷൻ അടിക്കാതെ ചെല്ലേ. എന്റെ മക്കളെ കാത്തോണേ എന്റെ ഭഗവതി.